നമ്മൾ, പക്ഷേ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ആ സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കാതെ ഇരുന്ന തുക, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ആളുകൾ അറിയാതെ, അതിൽ മരുന്നുൾപ്പെടെയുണ്ട്, അതിൽ വിവിധ സ്കീമുകളിൽ പെടുന്നവരുണ്ട്. അതുമാത്രമല്ല, സംസ്ഥാന ബജറ്റിലൂടെ മരുന്ന് പ്രൊക്യൂർമെൻറ്റ് നടന്നത്, അതാണ് KMCL വഴിയുള്ള നോർമൽ സപ്ലൈ ചെയിൻ, അത് പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ടെന്നത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനിയും കാസ്പ് വഴി അല്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ് വഴിയായിട്ട് 1600 കോടി രൂപയാണ് സ്റ്റേറ്റ് ചെലവഴിക്കുന്നത്. അതിൽ കൂടി ഈ വർഷം അതിൽ കൂടും. പക്ഷേ കേന്ദ്രം നമുക്ക് നൽകുന്നത് 150 കോടി രൂപയാണ്. അതായത് 1600 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. നമ്മുടെ ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ ധനവകുപ്പ് നമുക്ക് നൽകുന്ന 1600 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാർ നൽകുന്നത് 150 കോടി രൂപയാണ്. ആ വ്യത്യാസം നോക്കുക. അതായത് ഒരു 10% താഴെ, ആകെ സൗജന്യ ട്രീറ്റ്മെൻറ്റിൻ്റെ 10% താഴെയാണ്. ഇത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയുടെ ഡേറ്റ പ്രസിദ്ധീകരിച്ചപ്പോൾ കണ്ടു, എപ്പോഴും രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറുള്ള, അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവഴിക്കേണ്ടി വരുന്ന ആളുകൾ ഏറ്റവും ആ തുക കൂടുതലുള്ള സംസ്ഥാനം കേരളമായിരുന്നു. പക്ഷേ അത് പകുതിയായിട്ട് കുറയ്ക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ സൗജന്യ ട്രീറ്റ്മെൻറ്റ് വഴിയാണ്, കാസ്പ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് അത് കുറയ്ക്കുന്നതിന് നമുക്ക് സാധിച്ചത്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്കലായിട്ടുള്ള മരുന്ന് വാങ്ങലിലുണ്ടായിട്ടുള്ള ആ മരുന്ന് വാങ്ങൽ ഈ സൗജന്യ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സ്കീമുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ ആവശ്യങ്ങൾക്കാണ് അതുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ മരുന്ന് പ്രൊക്യൂർമെൻറ്റിലാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതിൽ സർക്കാർ ഇടപെട്ടു. ആ സർക്കാർ ഇടപെട്ടുകൊണ്ട്, കാരണം ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മാത്രം എന്തുകൊണ്ട് ഈ പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്, അത് ഉണ്ടായിട്ടുള്ളത് ഒന്ന്, ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജാണ് ഇത്. രണ്ട്, ഇത് സൗജന്യ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലോക്കൽ നോർമൽ സപ്ലൈയിലുള്ള മെഡിസിൻസ്, അതിനപ്പുറത്തുള്ള മെഡിസിൻസാണ് ഈ സ്കീമുകളിലൂടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷയം സർക്കാർ ഇടപെട്ടുകൊണ്ട് കാരുണ്യ വഴി മരുന്ന് അവൈലബിൾ ആക്കുന്നതിന് തീരുമാനിച്ചു. കാരുണ്യ വഴി ഇന്നലെയുടെ തലേന്ന് ആണ് ലാസ്റ്റ് മീറ്റിംഗ് ഞാൻ എടുത്തത്. ആ അവസാന മീറ്റിങ്ങിൽ കാരുണ്യ വഴി ഇന്നലെ അവിടെ മരുന്ന് എത്തിയിട്ടുണ്ടാകും, എല്ലാ മെഡിസിൻസും എത്തി. അവർ ഈ പ്രശ്നം ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിനുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാർ വിവിധ ഏജൻസികളൊന്നും കേരളത്തെ അംഗീകരിക്കുമ്പോൾ അത്തരം സംഭവങ്ങൾ വാർത്തയാക്കാതെ ഇത്തരം കാര്യങ്ങൾ മാത്രം വാർത്തയാക്കുന്നതിന് പിന്നിൽ ഒരുപക്ഷെ സംസ്ഥാന ആരോഗ്യ വകുപ്പിനെ ലക്ഷ്യം കൂടിയാണ്. അല്ല, ഈ സമീപകാലത്തുള്ള ചില വിഷയങ്ങൾ നമുക്കങ്ങനെ കാണേണ്ടതായിട്ട് വരും. ചില പ്രശ്നങ്ങളിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ സർക്കാർ ആശുപത്രികളെ, ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതുണ്ടായി, ഇപ്പോൾ 2021 2.25 ലക്ഷം ആളുകൾ, 2024 6.25 ലക്ഷം ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നു എന്നുള്ള അത്രയും ഗണ്യമായ വർധന, 3 ഇരട്ടിയിലധികം വർധനമാണ് സൗജന്യ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെയാണ് 1600 കോടി രൂപ ഓരോ വർഷവും നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടാകും. നമ്മൾ മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഇപ്പോൾ മന്ത്രി വീണ ജോർജ്. ഉടൻ തന്നെ കാരുണ്യ വഴി ഈ മരുന്നുകൾ ലഭ്യമാക്കാൻ, എത്രയും പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കും. അതുമാത്രമല്ല, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം ഇങ്ങനെ വരാൻ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായി വരാനുള്ള സാഹചര്യം പറയുകയായിരുന്നു. സൗജന്യ മരുന്നുകൾ ഒരുപാട് അങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ വിതരണക്കാർ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് അവർ വിതരണം നിർത്തിയതും ഒരു പ്രധാന കാരണമാണ്. അതേസമയം സൗജന്യ ശസ്ത്രക്രിയകൾ നടക്കുന്ന മെഡിക്കൽ കോളേജാണ് കോഴിക്കോട്. അങ്ങനെയാണ് മന്ത്രി ഇപ്പോൾ വിശദീകരിച്ചത്. എന്തായാലും എത്രയും പെട്ടെന്ന് പരിഹാരം കാണുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം ഇന്നലെയൊക്കെ ഈ വിഷയത്തിൽ ചർച്ച നടന്നിരുന്നതാണ്. അപ്പോൾ പ്രതിസന്ധി ആരോഗ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചത് എന്താണ് സംഭവമെന്ന്.